ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കർക്കിടകത്തിൻ്റെ അന്ന് ഇടാം, മീൻസ് കർക്കിടകത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻസ് വാവിൻ്റെ അന്ന് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ആലുവയിലാണ് പോയത്, നമ്മുടെ ശിവക്ഷേത്രത്തിലാണ് പോയത്. കാരണം അവിടെ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇതാണല്ലോ കിട്ടുക. കാരണം ബലി ദർപ്പണത്തിന് കുറേ ആൾക്കാർ വരും. അന്ന് അമ്പലത്തിനൊരു പ്രത്യേകതയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കോടയൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങളൊരു 7 മണിക്കാണ് പോയത്. 7:20 എത്തിയപ്പോൾ ഒരുപാട് ക്രൗഡായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോയപ്പോഴും നല്ല ട്രാഫിക് റെഗുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുറ്റിയൊക്കെയാണ് പോയത്. പക്ഷേ ഒന്നും പറയാനില്ല കേട്ടോ. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോടയൊക്കെ കയറിയുന്ന അമ്പലമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമുക്കൊരു ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ആശ്വാസമാണ്, ഒരു സമാധാനമൊക്കെ കിട്ടും. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. നമ്മൾ പിന്നെ കുറച്ച് നേരം 5-10 മിനിറ്റ് പെയ്യും, പിന്നെ ഒരു ബ്രേക്ക് വരും. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. കാരണം മഴ ആയതുകൊണ്ട് എനിക്ക് ചുറ്റും നടന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ നേരെ നമ്മൾ വന്നിട്ട് സാധാരണ നമ്മൾ ഉത്സവത്തിനൊക്കെ ആൾക്കാർ വരുന്ന പോലെ തന്നെ ഈ കച്ചവടക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ആൾക്കാർ മീൻസ് കച്ചവടക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സും പിന്നെ എനിക്ക് കുറച്ച് ചെടിയുടെ വിത്തും കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. കാരണം അടുത്ത മഴ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളൊരു 8:15 തിരിച്ച് ഇറങ്ങി. തിരിച്ച് 8:15 നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. എന്നിരുന്നാൽ പോലും നമ്മൾ ആ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പാലം കയറുന്ന സമയത്തൊക്കെ ആ കോട എങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അമ്പലം കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നേരെ വന്ന എൻ്റെ സ്ഥിരം ലൊക്കേഷൻ നമ്മുടെ കമ്പനിപ്പടിയിലുള്ള ശരവണഭവനിൽ വന്നിട്ട് നല്ല ഇഡലിയും ശ്രീ ആണെങ്കിൽ ഗീ റോസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ശ്രീക്ക് ഡയറ്റാണ്, അപ്പോൾ ചിക്കനാണ് കുറേ നാളായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് ഫിഷ് ആയിക്കോട്ടെ എന്ന് കരുതി ശ്രീക്ക് ഫിഷും വാങ്ങി നമ്മൾ തിരിച്ച് വരിക ചെയ്തത്. ഇതെൻ്റെ ചീരയുടെ വിത്താട്ടോ. ഞാൻ കുറച്ചൊന്ന് വിത്ത് ഇട്ട് നോക്കിയത്, അപ്പോൾ അത് കിളിച്ചിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ നമ്മൾ 2 പ്ലാന്റ്സ് അല്ലാതെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ പിന്നെ ചക്കിയും വന്ന് കിടന്ന് കളിക്കാൻ തുടങ്ങി. ചക്കി ഭയങ്കര ഇതാണ് കേട്ടോ, ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അവളെയും കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശ്രീക്കുള്ള ഫിഷ് കറിയൊക്കെ വെച്ചു. ഇത് തന്നെ 3 സെറ്റായിട്ട് വെച്ചു. അതായത് 3 ദിവസം ഇതൊരു സെറ്റ് ഇന്ന് വെക്കും, പിന്നെ 2 സെറ്റ് 2 വട്ടമായിട്ട് വെക്കാമെന്നുള്ള രീതിയിൽ. കാരണം ചിക്കന് പകരം ഫിഷും കഴിക്കാമെന്ന് ശ്രീ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ. പിന്നെ ഞാൻ ചോറെല്ലാം വെച്ചു, കറിയെല്ലാം തോരനും ഒക്കെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ഞാൻ വർക്കിനിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇൻ ബിറ്റ്വീൻ വന്നിട്ട് ഞാൻ വാങ്ങിയ സാധനങ്ങൾ കുറച്ച് ഇത് അങ്ങനെ അധികമൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ വക ഐറ്റംസിൻ്റെ പേര് മുറുക്കും കാര്യങ്ങളൊക്കെ അത് വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വിത്ത് വാങ്ങിയെന്ന്, അത് പയറിൻ്റെയും ചീരയുടെയും പിന്നെ ഒരു മറ്റേ ജമന്തിപ്പൂവിൻ്റെ ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത്. ജമന്തി ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഇത്രയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ വർക്കിനിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ റെഡിയായിട്ട് ഞാൻ സാന്ദ്രയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ചിട്ട് കോട്ടൺ ഫാബിന് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു August 16 വരെ കോട്ടൺ ഫാബ് ഉള്ളൂ. ഓണം തുടങ്ങുന്നതിനും ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും കോട്ടൺ ഫാബ് നിൽക്കുക ചെയ്യുന്നത്. അതായത് ഓണത്തിന് മുമ്പ് നമുക്ക് വേണ്ടുന്ന എത്നിക്കൽ വെയേഴ്സ് ഓക്സിഡൈസ്ഡ് ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, ഫെസ്റ്റാണ് കോട്ടൺ ഫാബ് എന്ന് ഞാൻ കരുതുന്നത്. കാരണം എപ്പോഴും ഓണത്തിന് മുമ്പ് വരും, എല്ലാ വർഷവും വരും. അങ്ങനെ ആ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ അത് കഴിയും. അങ്ങനെ ഓക്കെ. വരുന്ന സാധനങ്ങളായാലും എത്തിനിക്കൽ വെയറാണ് കൂടുതൽ. പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കുറേ ഗാർഡനിലെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ക്രോക്കറീസും ഉണ്ട്. ഇതാണ് ഈ ഗാർഡനിൽ നമ്മുടെ ഇവിടുത്തുള്ള മലയാളീസ് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ വാങ്ങിക്കാൻ നിന്നില്ല. കാരണം അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാനുള്ള, പിന്നെ മെട്രോയിൽ കയറി കൊണ്ടുപോകാനുള്ള പാടുകൊണ്ട് ഞാനത് വാങ്ങിക്കാൻ നിന്നില്ല. ക്രോക്കറി ആയാലും ഒരുവിധം നമ്മുടെ ജാറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിപ്പോൾ അഡീഷണൽ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിയില്ല. പിന്നീട് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻ അച്ചാറാണ് കേട്ടോ. വാങ്ങിയില്ല, പക്ഷേ നല്ലതാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട് വിജിത്ത് നോർത്ത് ഇന്ത്യ, അവൻ അവിടെയായിരുന്നു സെറ്റിൽഡ്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തിക്ക് മറ്റേ വലിയ മുളകിൻ്റെ അച്ചാർ നല്ലതാണെന്ന്. 1 ടൈം ഞാൻ വാങ്ങിയിട്ടുണ്ട്, പിന്നീട് വാങ്ങിച്ചിട്ടില്ല. എനിക്കങ്ങനെ അധികം നാട്ടിലെ അച്ചാറിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറേ സാധനങ്ങളിങ്ങനെ നോക്കി നടന്നേ ഉള്ളൂ. ഞാൻ ആകെ ഒരു സാരിയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഓക്സിഡൈസ് ജ്വല്ലറിക്കെല്ലാം തന്നെ നല്ല ഒരു അത്യാവശ്യം പ്രൈസിങ് ഉണ്ട്.
നമ്മുടെ നോർമൽ പ്രൈസിങ്ങിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട്. കാരണം അവർ കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. പിന്നെ പ്യുവർ ആണ് ആക്ച്വലി. അപ്പം അതിൻ്റേതായ ഒരു പ്രൈസിങ് എപ്പോഴും കോട്ടൺ ഫാബിൽ ഉണ്ടാവാറുണ്ട്. ഈ 1000 എബോ ആണ്, 1000 എബോ ആണ് എപ്പോഴും സാരീസിൻ്റെ പ്രൈസ് വരിക. അതും ഈ പറഞ്ഞ പോലെ തന്നെ പ്യുവർ അവരുടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഹാൻഡ് വർക്ക് ചെയ്തതും അങ്ങനെയൊക്കെയുള്ള, എനിക്കത് കറക്റ്റായിട്ട് പറയാനറിയില്ല. അവർ നല്ല എന്താ പറയുക, നല്ല മെറ്റീരിയൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പ്രൈസിങ്ങാണ് വരുന്നത്. പിന്നീട് വരുന്നത് പിന്നെ ബാർഗെയിൻ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു 10-200 രൂപ കുറഞ്ഞ് കിട്ടും. പക്ഷെ കുറഞ്ഞാലും 1000 വരെയാണ് കുറയുക. അതിന് താഴത്തേക്ക് അവർ കുറയ്ക്കാറില്ല. ഈ സ്റ്റോളിൻ്റെ റെൻറ്റും ഒക്കെ കൊടുക്കണമല്ലോ, അതായിരിക്കാം മേ ബി. പിന്നെ അവരുടെ ഒരു ഇതും ഉണ്ടല്ലോ, എല്ലാ എക്സ്പെൻസും വെച്ചിട്ടായിരിക്കും ഒരു പ്രോഡക്റ്റിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം വരുന്നത് എത്നിക്കൽ വെയർ തന്നെയാണ്. സാരീസ് ഉണ്ട്, കുർത്താസ് ഉണ്ട്, ഇപ്പം മെൻസിന് വേണ്ടിയിട്ടുള്ള ഷർട്ട്, അവരുടെ കുർത്താസ് എല്ലാം അവൈലബിൾ ആണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ വർഷവും സെയിം തന്നെയാണ് വരുന്നത്. അങ്ങനെ മാറ്റമില്ല. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. കാരണം നമ്മൾ എല്ലാ വർഷം വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്